ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോളിറ്റിക്കൽ മാത്സ് ആണ്. അതിൽ നമ്മൾ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോഡർ റൂളും കോഷൻ റൂളൊക്കെയാണ്. അപ്പോൾ പ്രോഡർ റൂളിനെ ബേസ് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റി. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അതിനെ ബേസ് ചെയ്ത് വരുന്ന കോഷൻ റൂളിൽ എന്താണ് അതിൻ്റെ കുറച്ച് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം, ചെയിൻ റൂൾ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് കൂടെ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ദിവസം നോക്കിയേ, 1 - s² / 1 + s² നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് എന്താണ് മുകളിലൊരു ഫംഗ്ഷനിൽ ഒരു യു ബൈ ബി ഫോർമാറ്റല്ലേ ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെ? ഒരു യു ബൈ ബി ഫോർമാറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളപ്പോൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെയാണ്, കോഷൻ റൂൾ മെത്തേഡ് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ആരണ്ട ഡിനോമിനേറ്റർ 1 + s². അപ്പോൾ 1 + s² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. 1 ഡെറിവേറ്റീവ് എന്താണ്? 0 മൈനസ് s² ഡെറിവേറ്റീവ് എന്താണ്? 2x മൈനസ് ന്യൂമറേറ്റർ ആരാണ്? 1 - s² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. 1 + s²ലെ 1 ഡെറിവേറ്റീവ് 0, s² ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 2x ബൈ എന്താണ്? 1 + s²ൻ്റെ ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടും? മുകളിൽ എന്ത് കിട്ടും? 1 + s² ഇൻറ്റു 0 - 2x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു -2x അല്ലേ, മൈനസ് 1 - s² ഇൻറ്റു 0 + 2x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റു 2x. ഈ ഒരു -2x കൊണ്ട് നമുക്ക് ആരെ ഇൻറ്റു ചെയ്യാം? 1നെ ഇൻറ്റു ചെയ്യാം, s² നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. അപ്പോൾ -2x × 1 എന്ന് പറയുമ്പോൾ എന്താണ്? താഴെ എഴുതിയില്ലല്ലേ, 1 + s² ഹോൾ സ്ക്വയർ. -2x × 1 -2x. അടുത്ത -2x × s² എന്ന് പറഞ്ഞാൽ -2x³ എന്താണ്? -2x³ മൈനസ് ഇവിടെ നമുക്ക് എന്താണ്? ഈ 2xനെ എന്ത് ചെയ്യാം? ഇതുകൊണ്ടും ഇൻറ്റു ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കണം, ഇപ്പോഴും നമ്മൾ ഈ മൈനസിന് എന്ത് കൊടുത്തിട്ടില്ല, ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ 2x × 1 എന്ന് പറയുമ്പോൾ എന്താണ്? 2x അല്ലേ. 2x മൈനസ് 2x ഇൻറ്റു -s² എന്താണ്? -2s³ ഓൾ ഡിവൈഡ് ബൈ 1 + s² ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു -2x -2s³ ഈ മൈനസ് അതോടൊപ്പം എന്താവും? ഈ +2x എന്താവും? ഇവിടെ -2x എന്നാവും. -2s³ എന്താവും? +2s³ ബൈ 1 + s² ഹോൾ സ്ക്വയർ എന്നാവും. നമുക്ക് എന്താണ് ഇവിടെ -2s³ +2s³ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ഇവിടെ എന്ത് വരും? -2x എന്താണ്? -4x ബൈ 1 + s² ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫൈനൽ ആൻസർ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ആ ഒരു ദിവസം നോക്കിക്കടാ, cos x / s + sin x നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം എന്താണ്? ഇതും എന്താണ്? യു ബൈ ബി ഫോർമാറ്റ് ആണല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ ആരാണ്? s + sin s. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? -sin x മൈനസ് അടുത്ത ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ s + sin xൻ്റെ ഡെറിവേറ്റീവ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 + sin xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ഓൾ ഡിവൈഡ് ബൈ x + sin x ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ -sin x കൊണ്ട് നമുക്ക് എന്താണ്? ഈ എക്സിനെ ഇൻറ്റു ചെയ്യണം, ഈ sin xനെ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. ഈ -sin x കൊണ്ട് ആരെ ആദ്യം ഇൻറ്റു ചെയ്യണം? എക്സിനെ ഇൻറ്റു ചെയ്യണം, sin xനെയും എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ -sin x ഇൻറ്റു x, അപ്പോൾ എന്താവും? -x sin x എന്താണ്? x sin x. അടുത്തത് -sin x ഇൻറ്റു sin x എന്താണ്? -sin² x. അടുത്തത്
ഇവിടെ നമുക്ക് ഈ മൈനസ് കൂടെ ചേർത്ത് മൈനസ് കോസ് എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. മൈനസ് കോസ് എക്സ് കൊണ്ട് 1നെ ഇൻറ്റു ചെയ്യണം. അതുപോലെ എന്താണ് കോസസിനെയും എന്ത് ചെയ്യണം നമുക്ക് ഇൻറ്റു ചെയ്യണം. അപ്പോൾ മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്താണ് ആൻസർ മൈനസ് കോസ് എക്സ്. അടുത്ത മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു മുകളിൽ നമുക്ക് എല്ലാത്തിനും ഒരു മൈനസിനെ അങ്ങ് പുറത്തെടുത്താലോ. മൈനസിനെ പുറത്തെടുത്താൽ എന്തൊക്കെ ആവും എക്സ് സൈൻ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഓൾ ഡിവൈഡ് ബൈ എസ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇപ്പം ഇവിടെ എന്താണ് ഈ ഒരു സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താവും അത് 1 ആയിട്ട് മാറും അല്ലേ. അപ്പം നമുക്ക് എന്തായിരിക്കും ഫൈനൽ ആൻസർ എന്തായിരിക്കും മൈനസ് ഓഫ് എക്സ് സൈൻ എക്സ് ഇത്രയും 1 ആയി. അടുത്ത അതിൻ്റെ കൂടെ പ്ലസ് കോസ് എക്സ് ഇത് രണ്ടും കൂടെ ചേർന്ന് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്ടാ പ്ലസ് 1 എന്നാവും ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ. നമുക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എന്താണ് ഇതിനപ്പുറം ഒന്നും എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റൂല. മൈനസ് ഓഫ് എന്താണ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ എസ് പ്ലസ് സൈൻ എക്സ് ഓൾ സ്ക്വയർ എന്ന് എന്ത് ചെയ്യുക ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നോക്കിയേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സീക്ക് എക്സ് ബൈ 3x + 2 നല്ലൊരു അടാറ് കണക്കാണ്. നല്ലൊരു കണക്കാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റിയ നമുക്കൊരു ആംബിയൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് പെട്ടെന്ന് നമ്മൾ എന്താണ് ഈസിയല്ല. അതായത് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും ഒരുമിച്ച് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടും ഒരുപോലെ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഡിനോമിനേറ്റർ ആരാണ്ട ഡിനോമിനേറ്റർ ആരാണ്ട 3x + 2 അല്ലെ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇവിടെ ശ്രദ്ധിച്ചോ എക്സും സീക്ക് എക്സും രണ്ടും രണ്ട് ഫംഗ്ഷനാണ്. ഒരൊറ്റ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാമായിരുന്നു അതിൻ്റെ ഡെറിവേറ്റീവ് മാത്രം എടുക്കാം. ഇവിടെ എന്താണ് രണ്ട് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു സീക്ക് എക്സ് അതാണ് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് അല്ലേ. എക്സും സീക്ക് എക്സും ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എടുക്കണം അല്ലേ. അടുത്ത മൈനസ് ന്യൂമറേറ്റർ ആരാണ് എക്സ് സീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 3x ഡെറിവേറ്റീവ് എന്താണ് 3ഉം എന്താണ് 2ന് ഡെറിവേറ്റീവ് എന്താണ് 0 ആണ്. ഓൾ ഡിവൈഡ് ബൈ എന്താണ്ട 3x + 2 ഓൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടേ. ദാറ്റ്സ് ഈക്വൽ ടു നോക്കിയോ 3x + 2 ഇൻറ്റു ഇവിടെ നമ്മൾ വീണ്ടും എന്ത് റൂൾ അപ്ലൈ ചെയ്യണം? പ്രോഡർ റൂൾ അപ്ലൈ ചെയ്യണം. എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡർ റൂൾ. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ആരാണ് എക്സ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് അല്ലേ. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ് സീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 കണ്ടോ. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എന്താണ് ആൻസർ. ആദ്യത്തിൻ്റെ എല്ലാം മീൻസ് നമ്മളുടെ ഈ ഒരു പ്രോഡർ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇതാണ് എക്സ് ഇൻറ്റു സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് എന്താണ് സീക്ക് എക്സ് ഇൻറ്റു 1. അടുത്ത മൈനസ് എക്സ് ഇൻറ്റു 3 + 0 എന്താണ് ഇവിടെ 3 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു ഫ്രണ്ടിലെ എക്സോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും അത് 3x സീക്ക് എക്സ് എന്നാവും 3x സീക്ക് എക്സ് ബൈ എന്താണ് 3x + 2 ഓൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു. ഇതിൽ നമുക്ക് കൂടുതൽ എന്താണ് സിമ്പിളസ്റ്റ് ഫോം ആക്കാനായിട്ട് ഒന്നും പറ്റത്തില്ല. ഇതിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി 3x + 2 നമ്മൾ അങ്ങനെ തന്നെ എഴുതും. എന്നിട്ട് നമ്മൾ ഞാനൊരു ഗ്രീൻ ഇങ്ക് കൊണ്ട് എഴുതിക്കുന്നത് കണ്ടോ. അതിന് രണ്ടിൽ നമുക്ക് ആരെ പുറത്തെടുക്കാം? ഒരു സീക്കസിനെ എന്ത് ചെയ്യാം അങ്ങ് പുറത്തെടുക്കാം. സീക്കസിനെ പുറത്തെടുത്താൽ പിന്നെ ബാക്കി ഇതിനകത്ത് ആരാവും എക്സ് സീക്ക് എക്സ് ടാൻ എക്സും സീക്കസ് പോയതിന് ബാക്കി അവിടെ ആരേ ഉള്ളൂ എക്സും ടാൻ എക്സും മാത്രമേ ഉള്ളൂ. പ്ലസ് അവിടെ നിന്ന് സീക്കസ് പോയതിന് ബാക്കി അവിടെ ആരേ ഉള്ളൂ 1 മൈനസ് 3x സീക്ക് എക്സ് ഓൾ ഡിവൈഡ് ബൈ 3x + 2 ഓൾ സ്ക്വയർ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഇത്ര നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
ഇപ്പോൾ നമ്മളെന്താണ് പ്രോഡർ റൂളും കോഷൻ റൂളും നമ്മളെന്താണ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് എന്താണ്? ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്. അതായത് ഒരു ഫംഗ്ഷനകത്ത് തന്നെ മറ്റൊരു ഫംഗ്ഷൻ വരുന്ന രീതി. നമുക്ക് അതിലോട്ട് എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എടാ ഈ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കി ഇപ്പോൾ നമ്മൾ നോർമലി സൈനസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലേ? സൈനസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? അത് എന്താണ്? കോസസ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സൈൻ ഒരു ഫംഗ്ഷനാണ്. പക്ഷേ അതിനകത്തുള്ള എന്താണ് എക്സിന് പകരം വരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചോ? എസ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 5x+2 ഇങ്ങനെയാണ് വരുന്നത് വിചാരിച്ചോ. കണ്ടോ? അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഒരു മെയിൻ ഫംഗ്ഷൻ ഇവിടെ ആരാണ്? ഇവിടുത്തെ ഏറ്റവും പുറമേ കാണുന്ന ഫംഗ്ഷൻ ആരാണ്? സൈനാണ്. അതിനകത്ത് വരുന്ന ഫംഗ്ഷനാണ് ഏത്? നമ്മൾ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഏതാണ്? എസ് ക്യൂബ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 5x+2 എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ. ഏറ്റവും പുറമേ ഒരു ബോഡി, അതിനകത്ത് മറ്റൊരു ബോഡി, വീണ്ടും അതിനകത്ത് മറ്റൊരു ബോഡി, അങ്ങനെ 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 എന്താണ് ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും പുറമേ ഉള്ള ആളാരാണ്ട? സൈനാണല്ലേ. അപ്പോൾ ഈ സൈനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഡെറിവേറ്റീവ് ചെയ്യേണ്ടത്. നമ്മളൊരു തേങ്ങ പൊളിച്ചെടുക്കുന്ന പോലെയാണ് ഇതും. ആദ്യം എന്താണ് തൊണ്ട്, അല്ലെ അത് കഴിഞ്ഞ് ചകിരി, അതിനുശേഷം എന്താണ് ചിരട്ട, അതിനുശേഷം എന്താണ് തേങ്ങ എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് ഇവിടെ. ഏറ്റവും പുറമേ ഉള്ള ആളാരാണ്? സൈനാണ്. അപ്പോൾ അതിനെ വേണം നമ്മൾ ആദ്യം എന്ത് ചെയ്യാനുള്ളത്? ഡെറിവേറ്റീവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഏറ്റവും പുറമേയുള്ള ഫംഗ്ഷൻ സൈനാണ്. അപ്പോൾ സൈൻ്റെ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുക? സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ്. പക്ഷെ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാണ്? എസ് ക്യൂ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 5x+2 അല്ലേ? അത് നമ്മൾ അതുപോലെ തന്നെ എഴുതണം. എസ് ക്യൂ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 5x+2. അപ്പോൾ ഏറ്റവും പുറമേയുള്ള സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താണ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തുള്ള, അതായത് തൊണ്ട് നമ്മൾ നീക്കി. ഇനി നമുക്ക് നീക്കേണ്ട എന്താണ്? ചകിരിയാണല്ലേ. അപ്പോൾ ഈ ചകിരി ഞാൻ പ്രോസസ്സ് ചെയ്യണം അല്ലേ. ഈ ചകിരി നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും എന്താണ് അതിനെ പൊളിച്ച് കളയണം. അപ്പോൾ ഈ അകത്തുള്ള സാധനം ആരാണ്? ഇനി എസ് ക്യൂ പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 5x+2 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താണ് ചെയ്യണം? അപ്പോൾ ഇൻറ്റു എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x². എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 5xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമുക്കിത് ചെയ്യാനില്ല. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? കോസ് ഓഫ് എസ് ക്യൂബ് പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 5x+2 ഇൻറ്റു എന്താണ്? 3x² പ്ലസ് 2x പ്ലസ് 5. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഏറ്റവും പുറമേ നിന്ന് നമ്മൾ എന്താണ് അകത്തേക്ക് എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് ചെയ്ത് എന്ത് ചെയ്യുക? പോവുക. ഇതൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയേ. 2x² പ്ലസ് 5x+7 ഓൾ റൈസ്ഡ് ടു 12. അപ്പോൾ ഇതിൽ ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ ആരാണ്? ചാടിക്കറി 2x² എന്നൊന്നും പറയരുത്. ഇവിടെ ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ ആരാണ്? ഏറ്റവും പുറമേട്ടുള്ള ഫംഗ്ഷൻ 12 ആണ്. അതായത് പവർ 12 ആണ്. അപ്പോൾ x⁻12 ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 12 ഇൻറ്റു x⁻12 - 1 എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 11 അല്ലേ. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. 12 ഇൻറ്റു ഇവിടെ എക്സിന് പകരം കിടക്കുന്ന ആളാരാണ്? എക്സിന് പകരം കിടക്കുന്ന ആളാരാണ്ടേ? 2x² പ്ലസ് 5x+7 ഓൾ റൈസ് ടു 11 എന്ന് തന്നെ ആദ്യം എഴുതുക. ഇനി വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? അതിനകത്തുള്ള കാര്യങ്ങൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. 2x കൊണ്ട് ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എസ് കൊണ്ട് ഡെറിവേറ്റീവ് 2x പ്ലസ് 5xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് 7ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 12 ഇൻറ്റു 2x² പ്ലസ് 5x+7 ഓൾ റൈസ് ടു 11 ഇൻറ്റു 4x പ്ലസ് 5. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയേ 2x² പ്ലസ് 3 ഓൾ റൈസ് ടു -7. അപ്പോൾ എന്ത് മോഡലാണ്? x⁻⁻7 മോഡലാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? n ഇൻറ്റു അപ്പോൾ -7 ഇൻറ്റു x⁻⁻ എന്താണ്ടാ? n-1. അപ്പോൾ -7 -1 എത്രയാണ് ആൻസർ? -7 ഇൻറ്റു x⁻⁻8. എന്താണ്? x⁻⁻8 ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ -7 ഇൻറ്റു എക്സിന് പകരം ഇവിടെ ആരാണ്ട്? എക്സിന് പകരം 2x² പ്ലസ് 3 അല്ലേ. അപ്പോൾ 2x² പ്ലസ് 3 ഓൾ റൈസ് ടു -8. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. അപ്പോൾ പവറിൻ്റെ എന്താണ് ഡെറിവേറ്റീവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്തുള്ള ഫംഗ്ഷൻ ആരാണ്? 2x² പ്ലസ് 3 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു s² ഡെറിവേറ്റീവ് എന്താണ്? 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 0. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? -7 ഇൻറ്റു 2x² പ്ലസ് 3 ഓൾ റൈസ് ടു -8 ഇൻറ്റു 4x. സംഭവം തീർന്നു. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. d/dx ഓഫ് 1/2x² പ്ലസ് 3x പ്ലസ് 5. ഇതിപ്പോൾ എന്ത് മോഡലാണ് കിടക്കുന്നത്? 1/x മോഡലാണ്. എന്ത് മോഡലാണ്? 1/x മോഡലാണ്.
അപ്പോൾ 1/x മോഡലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? x⁻⁻1. എന്താണ് x⁻⁻1? അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? d/dx ഓഫ് x⁻⁻1 എന്ന് പറഞ്ഞാൽ ആൻസർ -1 ഇൻറ്റു x⁻⁻1 ആൻസർ -x⁻2 എന്നായിരുന്നു അല്ലേ? അപ്പോൾ അതേ രീതിയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. ആൻസർ എന്താണ്? മൈനസ് എക്സിന് പകരം ഇവിടെ ആരാണ്ട്? എക്സിന് പകരം കിടക്കുന്ന നമ്പർ ആരാണ്? പറഞ്ഞോ. 2x² പ്ലസ് അല്ലേ? 2x² പ്ലസ് 3x പ്ലസ് 5 ആണല്ലേ? അതല്ലേ 1/xന് പകരം കിടക്കുന്ന സാധനം ആരാണ്? എക്സിന് പകരം കിടക്കുന്ന ആൻസർ 2 ഇൻറ്റു x² പ്ലസ് 3x പ്ലസ് 5 ആണ്. ഓൾ റൈസ് ടു -2. തീർന്നില്ല. ഇനി നമ്മൾ എന്താണ് ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 2 ഇൻറ്റു x² ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 2x പ്ലസ് 3xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 പ്ലസ് 5ൻ്റെ ഡെറിവേറ്റീവ് 0. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? -2x² പ്ലസ് 3x പ്ലസ് 5 ഓൾ റൈസ് ടു -2 ഇൻറ്റു 4x പ്ലസ് 3. എളുപ്പമില്ലടാ മക്കളെ, ഇത്രയേ ഉള്ളൂ. സംഭവം വളരെ ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ d/dx ഓഫ് 1/√3x² പ്ലസ് 5x പ്ലസ് 1. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കണ്ടോ? അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് 1/√xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 1/x റൈസ് √x എന്ന് പറഞ്ഞാൽ 1/2 അല്ലേടാ? അപ്പോൾ 1/x⁻1/2 അത് മുകളിൽ വരുമ്പോൾ എന്താവും? x⁻⁻1/2. അങ്ങനെയാണെങ്കിൽ ഈ പറയണ എന്താണ്? x⁻⁻1/2ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? -1/2 ഇൻറ്റു x⁻⁻1/2 -1. ആൻസർ എന്താണ്ടാ? -1/2 ഇൻറ്റു x⁻⁻3/2 എന്നാണ്. അത് ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണേ. -1/2 അല്ലേ? -1/2 -1/1 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 ഇൻറ്റു 1. -1 ഇൻറ്റു 1 എത്രയാണ്ടാ? -1/2 -1/1 എന്ന് കൊടുക്കാം. -1 ഇൻറ്റു 1 -1 -2 ഇൻറ്റു 1 2/2 ഇൻറ്റു 1 2. ആൻസർ -3/2 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെന്ത് ചെയ്യാൻ പറ്റും? -1/2 ഇൻറ്റു എന്താണ്? x⁻⁻3/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. ദാറ്റ്സ് ഈക്വൽ ടു -1/2 ഇൻറ്റു എക്സിന് നമ്മൾ ആരോട്? എക്സിന് പകരം കിടക്കുന്ന സാധനം ആരാണ്? √xനകത്ത് കിടക്കുന്ന സാധനം ആരാണ്ടാ? പറഞ്ഞോ. 3x² അല്ലേ? 3x² പ്ലസ് 5x പ്ലസ് 1 ഓൾ റൈസ് ടു -3/2. ഇനി എന്ത് ചെയ്യണം? ഈ ബോഡിക്ക് അത് കിടക്കുന്ന ആരാണ്ടാ? 3x² പ്ലസ് 5x പ്ലസ് 1 അല്ലേ? അപ്പോൾ ഈ 1/√xൻ്റെ എന്താണ് ഡെറിവേറ്റീവ് ആണ് എന്ത്? ഇത്രയും സാധനം. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് കിടക്കുന്ന റൂട്ടിനകത്ത് കിടക്കുന്ന എന്താണ്? എക്സ് അല്ല, പകരം കിടക്കുന്നവരാണ് 3x² പ്ലസ് 5x പ്ലസ് 1 എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. 3x² എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു x² എന്ന് പറയുന്നത് എന്താണ്? 2x പ്ലസ് 5xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 5 ഇൻറ്റു 1 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 0. സോ ഫൈനൽ ആൻസർ -1/2 ഇൻറ്റു 3x² പ്ലസ് 5x പ്ലസ് 1 ഓൾ റൈസ് ടു -3/2 ഇൻറ്റു 3 ഇൻറ്റു 2 എത്രയാണ്ടാ? 6x പ്ലസ് 5. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. sin 3x പ്ലസ് 4. വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? കോസ്. അപ്പോൾ കോസ് ഓഫ് ഇവിടെയുള്ള എക്സിന് വരെ കിടക്കുന്ന 3x പ്ലസ് 4 അല്ലേ? 3x പ്ലസ് 4 അങ്ങനെ എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 3x പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. 3xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു 1 പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 0. അപ്പോൾ 3 ഇൻറ്റു 1 3 പ്ലസ് 0 എത്രയാണ്ടാ? 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു കോസ് 3x പ്ലസ് 4. ഭയങ്കര എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. tan √x ചെയ്യാൻ. tan √x എങ്ങനെ ചെയ്യും? tan √xൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും? ടാൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ടാൻ ഡെറിവേറ്റീവ് മക്കളെ? ടാൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമുക്ക് c² ആണ് അല്ലേ? അപ്പോൾ c² എക്സിന് വരെ കിടക്കുന്ന ആരാണ്? ഇപ്പോൾ √x ഇൻറ്റു ഇനി √xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ? 1/2 √x. അപ്പോൾ ആൻസർ എന്താണ്? c² √x/2 √x എന്ന് എഴുതാം. ഒരിക്കലും √x കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ √x എന്താണ്? മുകളിലത്തെ √x c²ൻ്റെ ആംഗിളും താഴത്തെ √x അല്ലാതെ എന്താണ്? ഒരു വാരിയബിളുമാണ്. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയരുത് കേട്ടോ. അടുത്ത ദിവസം നോക്കിയാൽ √tan x. അപ്പോൾ ആദ്യം നമ്മൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/√x
ടു റൂട്ട് എക്സിനകത്ത് കിടക്കുന്ന ഇപ്പോൾ ആരാണ് ടാൻ എക്സ് അല്ലേ, അപ്പോൾ റൂട്ട് ടാൻ എക്സ് ഇൻറ്റു ഇനി ടാനസിൻ്റെ റേറ്റ് എന്താ സി സ്ക്വയർ എക്സ്, അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ്. ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 റൂട്ട് ടാൻ എക്സ്. അടുത്ത വേറെ റൂൾസ് നോക്കിയാൽ സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ ഏറ്റവും പുറമേ ഉള്ളത് പവർ ആരാണ്, സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2x. അപ്പോൾ ആൻസർ 2 ഇൻറ്റു എക്സിന് വരെ കിടക്കുന്ന ആരാണ്ടാ സൈൻ എക്സ് ഇൻറ്റു ഇനി സൈനസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ്. അപ്പോൾ ആൻസർ എന്താണ് 2 സൈൻ എക്സ് കോസ് എക്സ്. എന്ത് എളുപ്പമുണ്ടാ. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം എന്താണ് ഒരു രണ്ട് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ. ഇനി അങ്ങനെയല്ല, 3 ചേർന്ന് വരും. പുറമേ ഒരു ഫംഗ്ഷൻ, അതിനകത്ത് അടുത്തൊരു ഫംഗ്ഷൻ, വീണ്ടും അതിനകത്തൊരു മറ്റൊരു ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, വരാം. നമുക്കത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അടുത്തൊരു ക്വസ്റ്റ്യനാണ് സൈൻ സ്ക്വയർ 5x. ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഏറ്റവും പുറമേയുള്ള ഫംഗ്ഷൻ ആരാണ്, പവറാണ്, അതാണ് സ്ക്വയർ ആണല്ലേ. അതിനകത്തുള്ള ഫംഗ്ഷൻ ആരാണ്ടാ സൈൻ ആണ്. കണ്ടോ, സൈൻ്റെയും അകത്ത് വരുന്ന ഫംഗ്ഷനാണ് ആര് 5x. മനസ്സിലായി. അപ്പോൾ ഇവിടെ 3 ഫംഗ്ഷനായി. ഏറ്റവും പുറമേ സ്ക്വയർ ആണ്, അതിനകത്ത് തന്നെ ആരാണ് സൈൻ ആണ്, അതിനകത്ത് ആരാണ് 5x ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇതിനെ പൊളിച്ചെടുക്കേണ്ടത്, ഏതാണ്ട് ഈ സ്ക്വയറിനെയാണ്. അപ്പോൾ നോർമലി എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2x ആണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറ്റാം. 2 ഇൻറ്റു എക്സിന് പകരം കിടക്കുന്ന ആരാണ്, എക്സിന് പകരം കിടക്കുന്നത് സൈൻ 5x ആണ്. ആരാണ് സൈൻ 5x. അപ്പോൾ നമ്മൾ ഏറ്റവും പുറമേയുള്ള ആളിനെ എന്ത് ചെയ്തു, പൊളിച്ച് മാറ്റി. രണ്ടാമത്തെ ആളാരാണ്, സൈനാണ്. സൈനെ പൊളിക്കാൻ നമുക്ക് എന്തുണ്ട്, സൈൻ ഡെറിവേറ്റീവ് എന്താണ് കോസ് ആണ്. അപ്പോൾ കോസ് അപ്പോഴും അതിനകത്തുള്ള ആൾക്ക് മാറ്റമല്ല, 5x അതുപോലെ തന്നെ ഉണ്ട്, കോസ് 5x. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആളിനെയും പൊളിച്ചു. ഇനി നമ്മൾ പൊളിക്കേണ്ട ആരാണ്, ഏറ്റവും അകത്തുള്ള മൂന്നാമത്തെ ആൾ ആരാണ് 5x അല്ലേ. 5xനെ പൊളിക്കുമ്പോൾ 5xൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 5 ആണ്. എന്താണ്ടാ 5. അത്രയേ ഉള്ളൂ. സോ നമുക്ക് എല്ലാം കൂടെ ഇൻറ്റു ചെയ്യാൻ പറ്റും. 2 ഇൻറ്റു 5 എന്താണ്ടാ മക്കളെ, 2 ഇൻറ്റു 5 10 ഇൻറ്റു സൈൻ 5x ഇൻറ്റു കോസ് 5x. ഇത്രയേ ഉള്ളൂ. ഇത് അടുത്തൊരു ദിവസം നോക്കിയാണ് d/dx റൂട്ട് സൈൻ 4x + 3. ഇവിടെ ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ ആരാണ്ടാ റൂട്ടാണ്. റൂട്ടിനകത്ത് വരുന്ന ആൾ അടുത്ത ഫംഗ്ഷൻ ആരാണ്, സൈൻ ആണ്. സൈൻ്റെയും അകത്ത് വരുന്ന ഫംഗ്ഷനാണ് ആര് 4x + 3. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ എത്ര ഫംഗ്ഷൻ ഉണ്ട്, 3 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷനെ പൊളിച്ച് മാറ്റാം. ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ റൂട്ടല്ലേ. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ നമുക്ക് അതിനെ ആദ്യം പൊളിക്കാം. അപ്പോൾ 1/2 റൂട്ട് എക്സിന് പകരം കിടക്കുന്ന ഇപ്പോൾ ആരാണ്, ഇപ്പം കിടക്കുന്നത് സൈൻ 4x + 3. അപ്പോൾ ഞാൻ എന്താണ് ഏറ്റവും പുറമെയുള്ള റൂട്ടിനെ പൊളിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ ആരാണ്, സൈൻ 4x + 3 അല്ലേ. അപ്പോൾ സൈൻ 4x + 3യുടെ ഡെറിവേറ്റീവ് എന്താണ്, സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് അല്ലേ. അപ്പോൾ കോസ് 4x + 3ക്ക് മാറ്റില്ല, നമ്മൾ അതുപോലെ തന്നെ എഴുതും. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ഫംഗ്ഷനെയും നമ്മൾ എന്താണ് പൊളിച്ചടിക്കുക. ഇനി നമുക്ക് പൊളിച്ചെടുക്കാനുള്ള ആരാണ്ട മൂന്നാമത്തെ ഫംഗ്ഷൻ ഇവിടെ ആരാണ് 4x + 3 അല്ലേ. അതിനെ പൊളിച്ചെടുക്കാൻ പോകുമ്പോൾ 4 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 + 3 ഒറ്റയ്ക്കാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനെല്ലാം കൂടെ എന്താണ് ഒരുമിച്ച് പറക്കി എഴുതാം. ഇപ്പോൾ 1/2 റൂട്ട് സൈൻ 4x + 3 ഇൻറ്റു കോസ് 4x + 3 ഇൻറ്റു 4 + 1 എത്രയാണ് മക്കളെ 4 അല്ലേ. 4 + 0 4. അപ്പോൾ ഇതെല്ലാം ഇൻറ്റു ചെയ്യണമായതുകൊണ്ട് നമുക്ക് ഈ 4ഉം ഈ ഒരു 4ഉം നമുക്ക് എന്ത് ചെയ്യാം, അല്ലേ ആ ഒരു 4ഉം 2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4ൽ 2 ടൈം പോവും, 2ൽ 1 ടൈം പോവും. സോ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 cos 4x + 3 all divided by റൂട്ട് സൈൻ 4x + 3 എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ക്ലാസ് മേലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് പോടാം. d/dx ഓഫ് എന്താണ്, d/dx ഓഫ് cod raised to 5 s³. ഇതിൻ്റെ ക്വസ്റ്റിന് പ്രത്യേകത ഏറ്റവും പുറമെയുള്ള ഫംഗ്ഷൻ ആരുണ്ട്. ആദ്യമേ ചാടിക്കൊരു കോട്ടെന്ന് പറയൽ, കോട്ടിൻ്റെയും പവറായിട്ട് ആരുണ്ട് 5 ഉണ്ട്. അപ്പോൾ നോർമലി എന്താണ് x⁵5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, x⁵5ൻ്റെ ഡെറിവേറ്റീവ് 5x⁴ ആണല്ലേ. ഞാൻ ഇവിടെ എഴുതാം, x⁵5ൻ്റെ ഡെറിവേറ്റീവ് എന്ന് 5x⁴ ആണ്. ആൻസർ എന്താണ് 5 ഇൻറ്റു എക്സിന് പകരം ആരാണ്, എക്സിന് പകരം 5 എക്സിന് പകരം കിടക്കുന്ന കോട്ട് x³ ആണ്. അപ്പോൾ കോട്ട്
എസ് ക്യൂബ് ഓൾ റൈസ് ടു 4 ഇൻറ്റു ഇനിയാണ് കോഡിൻ്റെ ഡെറിവേറ്റീവ് കോട്ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസി സ്ക്വയർ എക്സ് ആണ് അല്ലേ. കോഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് കൊസി സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സിന് പകരം കിടക്കുന്ന ആരാണ്? എസ് ക്യൂബാണ്. എസ് ക്യൂബ് ഇൻറ്റു ഇനി എസ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3s സ്ക്വയർ. സോ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ആരുണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്, പിന്നെ ഒരു മൈനസും ഉണ്ട് അല്ലേ. അപ്പോൾ -15 കോഡ് റൈസ് ടു 4s ക്യൂബ് ഇൻറ്റു കൊസീക്ക് സ്ക്വയർ എസ് ക്യൂബ് ഇൻറ്റു എസ് സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു എസ് സ്ക്വയറിനെ കൊണ്ട് ഫ്രണ്ട് എഴുതാൻ കേട്ടോ, അതാണ് നല്ലത്. -15s സ്ക്വയർ -15s സ്ക്വയർ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് എങ്ങനെ എഴുതിയത്. സോ അതിൻ്റെ ആൻസർ എന്താ ഉണ്ടാകുക? ഇതാണ് എൻ്റെ ആൻസർ. -15s സ്ക്വയർ കോഡ് റൈസ് ടു 4s ക്യൂബ് ഇൻറ്റു കൊസി സ്ക്വയർ എസ് ക്യൂബ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇത് ആംഗിളാണ് അതിൻ്റെ. ഇത് കോഡ് റൈസ് ടു 4ൻ്റെ ആംഗിളാണ്.